ഹലോ ഡിയേഴ്സ്. സൺഡേ ആയിട്ട് ഇന്ന് എന്താ എല്ലാവർക്കും പരിപാടി. ഞങ്ങൾ 4 പേരെ പോവാണ് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ പോവാൻ റെഡിയായി ഇറങ്ങാൻ പോവുകയാണ്. ആലുവയ്ക്ക് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ തോപ്പുംപടിയിലേക്ക് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കാത്ത് നിൽക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ഇന്ന് ഓഫീസ് സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഒരു ആലോ ബസ് വന്ന് ഞങ്ങൾ കയറി. ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ അങ്ങോട്ട് കയറി ഇരുന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സീറ്റ് നോക്കിയെടുത്തത്. പക്ഷേങ്കിൽ ബാക്കിലായതുകൊണ്ട് നല്ല കുലുക്കമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും മാറി മാറി സെപ്പറേറ്റ് സീറ്റിൽ പോയി ഇരുന്ന്. അപ്പോൾ ഇനി അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. ഇനി പോയപാട് അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ അമ്മക്കുട്ടി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. അവൾ ആദ്യമായിട്ടാട്ടോ ബസ്സിൽ കയറണേ. ഞങ്ങളങ്ങനെ ആലുവയിലെ മാമൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മാമി വെള്ളമൊക്കെ കലക്കി തന്നു. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസായിരുന്നു. ആദ്യക്ക് നല്ല ദാഹം. ആദ്യം ഫസ്റ്റ് തന്നെ എടുത്ത് കുടിച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞു മാമി ബിരിയാണിയാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയ. നല്ല സ്മെല്ലുണ്ടായിരുന്നു കയറി വരുമ്പോൾ തന്നെ. അപ്പോഴേക്കും അമ്മൂസിന് വിശന്ന് അമ്മൂസിന് കാച്ചിയൊക്കെ എടുത്ത് കൊടുത്ത് മാമൻ ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കാലത്ത് ഒന്നും മര്യാദയ്ക്ക് കഴിച്ചില്ല. ഇത് ഞങ്ങളുടെ മൂത്ത മാമനാട്ടോ. മൂത്തതല്ല, രണ്ടാമത്തെ മാമൻ. മാമനും ഇപ്പം നാട്ടിൽ നിന്ന് വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ മാമന് നേരെ ആലുവയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കുട്ടൻ ബിരിയാണിക്ക് കഴിക്കാൻ റെഡിയായി. അടിപൊളി ബിരിയാണി കേട്ടോ. മാമി ഉണ്ടാക്കിയതാണ്. സൂപ്പർ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടി. അതിനിടയിൽ ഞങ്ങളുടെ ഒരു ഗായികയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാമി ഇതേ ചായയൊക്കെ ആയിട്ട് വന്നു. കപ്പ വറുത്തത്, പിന്നെ എന്തൊക്കെയോ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പേരറിയാത്ത കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആലുവ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞിട്ട് മാമി എടുത്തുകൊണ്ട് തന്നതാണ്. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങി. ആദ്യക്ക് ഒരേ നിർബന്ധം ബീച്ചിൽ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ നേരെ ആലുവ മണപ്പുറത്ത് പോകാം. ആലുവ വന്നവരാരും മണപ്പുറം പോകാതെ പോകണത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആലുവ മണപ്പുറത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് മാമൻ്റെ ഷോപ്പ്. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാട്ടോ മാമൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ്. അങ്ങനെ ഇവിടെയും കയറി അവിടുത്തെ ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട് ആലുവ മണപ്പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാൻ പോണെയാണ്. ഇതാട്ടോ ഷോർട്ട് കട്ട് ആലുവ മണപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് കൂടിയാണ്. ടാസ്ക് പിടിച്ചൊരു വഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എത്താലോ എന്ന് ഓർത്തിട്ട് ഇതുവഴി അങ്ങ് കയറിപ്പോയി. അങ്ങനെ മണപ്പുറത്തേക്കുള്ള വഴിയാണ്. പോകുന്ന വഴിക്ക് മാമൻ പറഞ്ഞു ഇതാണ് ദിലീപിൻ്റെ വീട്, ഇതാണ് കാണുന്ന ഗേറ്റാണ്, ഇതിനകത്താണ് ദിലീപിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ചു തന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ആലുവ പോയിട്ടുണ്ടെങ്കിലും മണപ്പുറത്തേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. ശിവരാത്രിക്കാണ് ശരിക്കും ആലുവ മണപ്പുറം കാണേണ്ടത്. പിന്നെ ഇപ്പം നമ്മളെല്ലാ വർഷവും കേൾക്കാറുണ്ട് നല്ല മഴക്കാലം വന്നു കഴിഞ്ഞാൽ ആറാട്ട് പോലെ ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും ഈ ആലുവ മണപ്പുറം എന്ന് കേട്ടിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അവിടെ എന്തോ തിരുവാതിര അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു, സമൂഹ തിരുവാതിര അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുകയൊക്കെ ചെയ്തു. പിന്നെ ആദ്യം ഒരേ നിർബന്ധം പാർക്കിൽ പോകണമെന്ന്. അപ്പോൾ മാമൻ പറഞ്ഞ് ഇതിനടുത്ത് തന്നെ ഒരു ചാച്ചാജി പാർക്കുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരുപാട് ലേറ്റായി. രാത്രി ഏകദേശം ഒരു 7 മണി 7:30 ആയി ഇപ്പം തന്നെ. അപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് പാർക്കിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ പാർക്കിലേക്കുള്ള എൻട്രൻസിലൊക്കെ കയറി. അപ്പോൾ തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കാണിത്. അപ്പോൾ കളിക്കാനുള്ള അങ്ങോട്ടേക്ക് ആദ്യം കയറി കളിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ ഞങ്ങളുടെ അമ്മൂനും ഞങ്ങളൊന്ന് വെറുതെ അവിടെ ഇരുന്ന് ആട്ടി. പിന്നെ ഐസ്ക്രീം, പാർക്കിൽ വന്ന ഐസ്ക്രീം മസ്റ്റാണല്ലോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഏതാണ്ട് ഞങ്ങൾക്ക് തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ വരണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനി അടുത്ത ലക്ഷ്യം ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഫോട്ടോ വെച്ച് ബസ് കയറുക, ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുക. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ബസ് സ്റ്റാൻഡ് അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടുന്ന് ബസ് കയറി നേരെ ഇനി കൊച്ചിയിലേക്ക് വിടുവാണ്.